ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിഷു ആശംസകൾ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വീട്ടിലും വിഷുവായിട്ട് പ്രത്യേകമായിട്ട് എന്തൊക്കെയോ പരിപാടികൾ? എല്ലാവരും രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടില്ലേ? പടക്കമൊക്കെ പൊട്ടിച്ചില്ലേ? ചെറിയ കുട്ടികളാണെങ്കിൽ പടക്കമൊന്നും പൊട്ടിച്ച് കളിക്കണ്ട കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ രാവിലെ തന്നെ വന്നത് വിഷു ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു ചെറിയ കഥയും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. വിഷുക്കണിയൊക്കെ വയ്ക്കുക നമ്മൾ കൃഷ്ണനെയാണല്ലോ. അപ്പോൾ ആ കൃഷ്ണനെ കുറിച്ചുള്ള ഒരു കഥ ഞാനിന്ന് പറഞ്ഞു തരാം. ചെറിയ കഥയാണ് കേട്ടോ. പണ്ട് ഒരു വീട്ടിൽ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാത്ത കാരണം ഒരകന്ന ബന്ധത്തിലുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഒരു ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ വിഷു ആയിരുന്നു കേട്ടോ, പിറ്റേ ദിവസം വിഷുവാണ്. അപ്പോൾ അങ്ങനെ 2 ദിവസം മുമ്പേ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ മേലൊക്കെ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കുരു പോലെയൊക്കെ വന്നു. അപ്പോൾ ആ ആൻറ്റിയുടെ വീട്ടിലാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുക. ഈ ആൻറ്റിക്കും പിന്നെ അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇവരിവിടെ നിൽക്കണത് വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും വീട്ടിലത്തെ പണിക്കാരിയായിട്ട് അവരെ ഉണ്ണിക്കുട്ടൻ്റെ അമ്മേനെ അവിടെ നിർത്തിയേക്കുകയാണെന്ന് മാത്രം കേട്ടോ. ആ പണികൾ ചെയ്യാം ഒക്കെ. അപ്പോൾ ഒരു സഹായത്തിന് ആളാവുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ആവുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിർത്തി. അവർക്ക് 2 ആൾക്കും കിടക്കാനായിട്ട് ചായ്പിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ മുറിയാണ് കൊടുത്തേർന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിഷുവിൻ്റെ 2 ദിവസം മുമ്പ് കളിച്ചും കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ മേലൊക്കെ ഇങ്ങനെ ഓരോ കുരുക്കൾ പൊന്തും. അപ്പോൾ ഈ കുട്ടികൾ ചെന്ന് അവരുടെ അമ്മോട് പറയും, അമ്മേ ഉണ്ണിയുടെ മേലൊക്കെ നിറയെ കുരുക്കൾ, എന്താന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് ഉണ്ണിയുടെ അമ്മ ഓടി വരും കേട്ടോ. അവൻ്റെ അമ്മ എപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് പോലും അതിന് ഇരിക്കാൻ സമയം കൊടുക്കില്ല ഈ വീട്ടുകാർ, എപ്പോഴും പണിയെടുപ്പിക്കും. അപ്പോൾ അമ്മ ഓടി വരും. അമ്മ ഓടി വന്നിട്ട് ഉണ്ണിക്കുട്ടൻ്റെ ഷർട്ടൊക്കെ ഊരി നോക്കുമ്പോൾ വലിയ കുരുക്കൾ. അപ്പോൾ അത് കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാവും. അയ്യോ എൻ്റെ മോനെ എന്ത് പറ്റിയാവോ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി പറയും, എടാ നിനക്ക് ചിക്കൻ ബോക്സ് പോലെ വലിയൊരു അസുഖമാണ്. എടി സാവിത്രി, നീ അവനെ കൊണ്ടുപോയി ആ ചായ്പിലുള്ള മുറിയിൽ അടച്ചിട്, എൻ്റെ കുട്ടികളുടെ കൂടെ കളിക്കാനൊന്നും വിടണ്ടെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമാവും കേട്ടോ, ഉണ്ണിക്കും വിഷമാവും. എന്നിട്ട് അവനെ ഇവർ കിടക്കാറുള്ള റൂമിൽ അടച്ച് കുറ്റിയിടും. ഇനി മോനെ അവിടെ കിടന്നാൽ മതി കേട്ടോ, ഇവരുടെ കൂടെയൊന്നും കളിക്കണ്ട, മോന് എന്തോ ഈ ചിക്കൻ ബോക്സാണ്, അവർക്കൊക്കെ പകരും, അത് കണ്ട് പേടിച്ചിട്ടാ മോൻ വിഷമിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അവനങ്ങനെ അവിടെ വാതിലൊക്കെ അടച്ച് അവിടെ കിടക്കും. അവന് നിലത്തൊരു പായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പായയിലാണ് അമ്മയും മോനും കൂടി കിടക്കാറ്. അവനവിടെ കിടക്കും. അപ്പോൾ അന്ന് രാത്രിയാകുമ്പോൾ പിറ്റേ ദിവസം വിഷുവാണ്. അപ്പോൾ വിഷുക്കണി ഒരുക്കാനുള്ള തിരക്കിലാണ് അവിടുത്തെ കുട്ടികളൊക്കെ. അപ്പോൾ അവന് പൊട്ടിപ്പൊളിഞ്ഞ പഴയ വാതിലാണ്, അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഹാളിലേക്ക് നോക്കുമ്പോൾ കുട്ടികളൊക്കെ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് വിഷുക്കണി ഒരുക്കാനുള്ള തിരക്കിലാണ്. എല്ലാവരും കൊന്നപ്പൂ കൊടുക്കുന്നുണ്ട്, പിന്നെ ചക്ക മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഉരുളിയിൽ വെച്ച് കണി ഒരുക്കാൻ നോക്കുക. അവനതൊക്കെ കണ്ടപ്പോൾ കൊതിയാവും, എനിക്കും അവരുടെ കൂടാനായിട്ട് പറ്റിയില്ലല്ലോ എന്ന് അവന് ഭയങ്കര വിഷമവും. അപ്പോൾ അവനതൊക്കെ നോക്കിയിരുന്ന് അവനവിടെ ഇരുന്ന് സങ്കടപ്പെട്ടാ. അപ്പോൾ അവൻ്റെ അമ്മ എന്നിട്ട് വാതിൽ തുറന്ന് രാത്രിയാകുമ്പോൾ കുറച്ച് കഞ്ഞി കൊണ്ടു കൊടുക്കും. അവനെ കൂട്ടി തൊടാണ്ട് അപ്പം തന്നെ ആ കഞ്ഞി കൊടുത്തിട്ട് അമ്മ അങ്ങോട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവനാകെ സങ്കടവും. അമ്മ ഇന്ന് എവിടെയാണ് അവ കിടക്കുക, 2 ആളും കൂടി ഇവിടെയാണ് കിടക്കാറ്. വേറെ ഉള്ളിൽ, വീടിൻ്റെ ഉള്ളിൽ വേറെ റൂമൊന്നും കൊടുക്കില്ല അവർക്ക് കിടക്കാനായിട്ട്. അപ്പോൾ അമ്മ അടുക്കളയിൽ വന്ന് കിടന്ന് ഉറങ്ങൂട്ടാ. ഉറങ്ങാന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ സമയമൊന്നുമില്ല, എപ്പോഴും പണി തന്നെയാണ്. വിഷു ആണല്ലോ പിന്നെ പ്രത്യേകിച്ച് എപ്പോഴും പണിയുണ്ടാവും. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഉണ്ണിക്കുട്ടനെ ഭയങ്കര സങ്കടവും. അപ്പോൾ അവൻ വിചാരിക്കും, അവിടെ ഒരു മൂലയ്ക്ക് ഒരു ചെറിയൊരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഗ്രഹത്തുമ്മിലേക്ക് നോക്കിയിട്ട് അവൻ പ്രാർത്ഥിക്കും, എൻ്റെ കണ്ണാ, നീ എന്തിനാ എനിക്ക് വിഷുവായിട്ട് ഇങ്ങനെ ഒരു അസുഖം വെച്ചത്? എന്നെ ആരും തിരിഞ്ഞു പോലും നോക്കണില്ല, എന്നെ ആ കുട്ടികളുടെ കൂടെ കളിക്കാൻ സമ്മതിക്കണില്ല, വിഷുക്കണി ഒരുക്കാൻ ഒന്നും സമ്മതിക്കണില്ല. ആ ആൻറ്റി എന്നെ ചീത്ത പറഞ്ഞിട്ട് ഇവിടേക്ക് ആക്കി, അവർക്കൊക്കെ പകരുന്ന പറഞ്ഞേ, എനിക്ക് ഇത്രയും വലിയ അസുഖമാണോ കണ്ണാ? ഇങ്ങനെ ചോദിക്കും. അവനങ്ങനെ ചോദിച്ചിട്ട് ഉറക്കത്തിലേക്ക് ഇങ്ങനെ പൂട്ടാ. എന്നിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിലൊരു സ്വപ്നം കാണും. അവിടെ പുറത്ത് നിന്നിട്ട് ആരോ വിളിക്കണ പോലെ തോന്നും. കണ്ണാ, നീ എന്താ എഴുന്നേൽക്കാത്ത, നിനക്ക് വിഷുക്കണി കാണണ്ടേന്ന് ചോദിക്കും. അപ്പോൾ അവൻ ഉറക്കത്തിൽ തന്നെ കിടന്ന് പറയും, എനിക്ക് കാണാൻ വരാൻ പറ്റില്ല കണ്ണാ, എൻ്റെ ശരീരത്തിലൊക്കെ കണ്ടില്ലേ വലിയ എന്തോ ഒരു അസുഖമാണെന്നാ ഇവിടുത്തെ ആൻറ്റി പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ പറയും,
ഒന്നുമില്ല കണ്ണാ, നീ ഒന്ന് ഉണർന്നേ, കണ്ണു തുറക്ക്, നീ എന്നിട്ട് നിൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിയാൻ, നിനക്ക് ഒരു അസുഖമില്ല കേട്ടോ, എല്ലാവരും വെറുതെ പറയുന്നതാ, നീ എനിക്കെന്ന് പറയും. ഞാൻ എന്താ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, നീ വേഗം വാ എന്ന് പറയും. എനിക്ക് നിന്നെ കാണണം, ഞാൻ നിന്നെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് അവൻ പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കൂട്ടാ. അപ്പോൾ പുറത്ത് ആരോ വിഷുക്കണി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ശബ്ദമാണ് അവൻ കേട്ടത്, മണിയടിക്കണ ശബ്ദവും. രാവിലെ 3 മണിയായിട്ടുള്ളപ്പോൾ അവൻ സമയം നോക്കിയപ്പോൾ. അപ്പോൾ അവൻ അവൻ്റെ ശരീരത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവൻ്റെ മേലൊരു ഒറ്റ കുരുവില്ല, ഒന്നുമില്ല കേട്ടോ, ഒറ്റ പാട് പോലും ഇല്ല. അപ്പോൾ അവന് കണ്ടിട്ട് സന്തോഷവും ഭയങ്കര ആശ്ചര്യമൊക്കെ തോന്നും. അവൻ വാതിൽ തുറന്നിട്ട് വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടും. അമ്മയുടെ അടുത്തേക്ക് ഓടിയിട്ട് അമ്മേനെ കെട്ടിപ്പിടിക്കും ചെന്ന്. എന്നിട്ട് അപ്പോൾ ഇവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വരാനിട്ട് അവിടുത്തെ ആൻറ്റി പറയും, അല്ല ഈ ചെറുക്കനെ എവിടേക്ക് ഈ ഓടിപ്പോണേ, എടാ പോയി അകത്ത് കിടക്കടാ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ കുട്ടിയുടെ കൂടെയൊന്നും കുട്ടികളുടെ കൂടെ കളിക്കാൻ വരരുത്, പെരയുടെ ഉള്ളിലേക്കൊന്നും വരരുത്, അസുഖം മാറണവരെ അവിടെ തന്നെ കിടക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയും. എന്നിട്ട് അവൻ വടിയെടുത്ത് അടിക്കാൻ വരും. അപ്പം അമ്മ അവനെ കെട്ടിപ്പിടിക്കും. ചേച്ചി അങ്ങനെയൊന്നും ചെയ്യരുത്, എൻ്റെ മോനെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് ആക്കിയോളാം, അടിക്കണ്ടെന്ന് പറയും. എന്നിട്ട് അപ്പോൾ ഉണ്ണി പറയും, അമ്മേ നോക്കമ്മേ, എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ ഒരു പാട് പോലും കാണാനില്ലമ്മേ. ഈ ഉണ്ണിക്കണ്ണനുണ്ടല്ലോ, കൃഷ്ണനെ എൻ്റെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ മേൽ തലോടുന്നതും പിന്നെ എന്നെ നോക്കി ചിരിക്കണതും ഒക്കെ ഞാൻ കണ്ടു. എന്നിട്ട് എന്നെ കണ്ണൻ വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്, കണ്ണൻ പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാനൊന്ന് കാണട്ടെ അമ്മേ എന്ന് പറയും. അപ്പോൾ അമ്മ അവൻ്റെ ഷർട്ടൊക്കെ ഊരി നോക്കൂട്ടാ. ഉണ്ണി പറഞ്ഞത് ശരിയാ, അവൻ്റെ ദേഹത്ത് ഒരൊറ്റ പാട് പോലും കാണാനില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരും ഒന്ന് നോക്കും. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാ, അവൻ്റെ മേൽ കുരുക്കളോ അല്ലെങ്കിൽ ചുവന്ന പാടോ ഒന്നും കാണാനില്ല, എല്ലാം മാറിയെന്ന് മാത്രമല്ല കൂടുതൽ നല്ല ശോഭയുള്ള ശരീരം അവൻ്റെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമാവൂട്ടാ. അപ്പോൾ അമ്മ ഇവനെയും കൊണ്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ ശരിയാണ്, വിഷുക്കണിയും കൊണ്ടുവന്ന് അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കൈകൂപ്പി തൊഴും, കൃഷ്ണ ഞാൻ നിന്നെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. അപ്പോൾ ഇതായിരുന്നൂലേ, നീ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എനിക്കിങ്ങനെ ഒരു അസുഖമൊക്കെ വെച്ചത് എന്ന് പറയും. എന്നിട്ട് അവിടെ കണി വെച്ചേർന്ന കൃഷ്ണനെ പോയിട്ട് കുട്ടി കണ്ണു കൂപ്പി ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ കണ്ണങ്ങനെ ചിരിക്കണ പോലെ തോന്നും. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അമ്മോട് പറയും, കണ്ടോ അമ്മേ, കണ്ണൻ ചിരിക്കണത് കണ്ടോ, ഇതേപോലെയുള്ളൊരു ചിരിയുമായിട്ട് തന്നെയാണ് അവൻ എൻ്റെ മുമ്പിലേക്കും വന്നത്, കള്ളക്കണ്ണൻ. ഞാനിനി എന്നും കൃഷ്ണനെ പൂജിക്കും അമ്മേ. ഇനി എനിക്ക് എന്ത് അസുഖം ഉണ്ടായാലും ഞാൻ കണ്ണനെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, എനിക്ക് കണ്ണനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, മോൻ്റെ എല്ലാ അസുഖങ്ങളും കണ്ണൻ മാറ്റി തന്നില്ലേ, എന്നും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ അവന് ഭയങ്കര സന്തോഷവും വീട്ടുകാർക്കും പിന്നെ കൃഷ്ണന് ഭയങ്കര വിശ്വാസമാവും. അപ്പോൾ കൃഷ്ണൻ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇവൻ്റെ അസുഖം ഇത്ര പെട്ടെന്ന് മാറ്റി കൊടുത്തതെന്ന് വിചാരിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും അപ്പോൾ നല്ല കണിയൊക്കെ വെച്ച് കാണണം. എല്ലാ വർഷവും നല്ല കൃഷ്ണൻ്റെ രൂപമൊക്കെ വെച്ച് എല്ലാവരും കണി കാണണം കേട്ടോ. അപ്പോൾ അടുത്ത കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.